നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP രണ്ടാം സെമസ്റ്റർ ബികോം മാനേജ്മെന്റ് സ്റ്റഡീസ് AEC എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് മലയാളം പേപ്പറിന്റെ ക്ലാസ് നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ, സെക്കൻഡ് സെമസ്റ്ററിന്റെ സിലബസ് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഫസ്റ്റ് സെമസ്റ്റർ പോലെ അല്ല. ഫസ്റ്റ് സെമസ്റ്റർ നമുക്ക് വെറുതെ ഇരുന്ന് വായിച്ചാൽ കിട്ടുന്ന ടോപ്പിക് തന്നെയായിരുന്നു ബഹുഭൂരിപക്ഷവും. പക്ഷെ സെക്കൻഡ് സെം നമ്മൾ ഇരുന്ന് പഠിക്കാനുള്ള ടോപ്പിക് ഉണ്ട്. സാഹിത്യ വിമർശനം വരുന്നുണ്ട്, കുറച്ച് കടുകട്ടിയായിട്ടുള്ള ലേഖനങ്ങൾ വരുന്നുണ്ട്, വിവർത്തനമൊക്കെ വരുന്നുണ്ട്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ബുദ്ധിമുട്ടണം, എന്നാലേ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമോ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാഹിത്യ വിമർശനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പേ പറയാനുള്ളത്, ഫസ്റ്റ് സെമസ്റ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ സെക്കൻഡ് സെമസ്റ്ററിന്റെ നോട്ട്സ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് സെമസ്റ്റർ നമ്മൾ ഇരുന്ന് വായിക്കേണ്ട ടോപ്പിക് ആയിരുന്നു, സെക്കൻഡ് സെമസ്റ്റർ ഇരുന്ന് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ നോട്ട്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ നോട്ട് വേണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഞാൻ കമന്റ് ബോക്സിൽ ഗ്രൂപ്പിന്റെ ലിങ്ക്, വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം. ആ ലിങ്കിലേക്ക് നിങ്ങൾ കയറിക്കോളൂ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സും നോട്ട്സും ഒക്കെ തന്നോളാം, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പം നോക്കാം. സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ വിമർശനം? ഇത് MDC പരീക്ഷയ്ക്ക് വിമർശനം എന്താന്ന് ചോദിച്ചപ്പോൾ പലരും എഴുതി വെച്ചിരുന്നു, എന്താണ് കുറ്റം പറയലാണ് വിമർശനം എന്ന്. അങ്ങനെ അല്ല കേട്ടോ. സാഹിത്യ വിമർശനം പറയുമ്പോൾ ഒരു സാഹിത്യകൃതി വിശകലനം ചെയ്ത് അതിന്റെ ആന്തരികവും ബാഹ്യവുമായ സവിശേഷതകൾ വിലയിരുത്തി മൂല്യനിർണയം ചെയ്യുന്ന ക്രിയാത്മകവും ബുദ്ധിപരവുമായ പ്രവർത്തനമാണ് വിമർശനം. എന്തോ വലിയ സംഭവം തോന്നുന്നുണ്ട് അല്ലെ? വാചകങ്ങൾ കുറച്ചൊരു നീളമൊക്കെ കണ്ടിട്ട്. പക്ഷെ ഒന്നുകൂടി കേട്ടു നോക്കൂ. എനിക്കൊരു സാഹിത്യകൃതി എന്ത് ചെയ്യണം? ഈ നോവൽ എനിക്ക് എന്ത് ചെയ്യണം? വിമർശനം നടത്തണം. അപ്പോ ഒരു സാഹിത്യകൃതി വിശകലനം ചെയ്ത്, ഇത് വായിച്ച് വിശകലനം ചെയ്ത് ഇതിന്റെ ആന്തരികവും ബാഹ്യവുമായ സവിശേഷതകൾ, ആന്തരികം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത്, ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറത്തുള്ളത്. അപ്പൊ പുസ്തകത്തിന്റെ ആന്തരികവും ബാഹ്യവും എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ രചനയുടെ ഉള്ളിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ബാഹ്യം എന്ന് പറയുമ്പോൾ ഇതിന്റെ രചനാ സൗന്ദര്യം, കാര്യങ്ങൾ, അതൊക്കെ. അപ്പം ബാഹ്യവുമായ സവിശേഷതകൾ വിലയിരുത്തി മൂല്യനിർണയം ചെയ്യുന്ന, വാല്യുവേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? അത് വിമർശനം എന്ന് പറയുന്നത്. അത് ചെറിയ പരിപാടി ഒന്നുമല്ല, ഭയങ്കര ബുദ്ധിപരമായ പരിപാടിയാണ്. ഇത് ഒരു നോവൽ വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കവിത വായിച്ചിട്ട് ഞാൻ അതിനെ ആകെ പഠിച്ച് അതിന്റെ നല്ലതും ചീത്തവശവും ഒക്കെ എടുത്ത് പറയണമെങ്കിൽ എനിക്ക് അത്രയും കഴിവ് വേണ്ടേ? അല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പൊ വിമർശനം എന്ന് പറഞ്ഞാൽ വെറുതെ കുറ്റം പറയലല്ല. ഒരു കൃതി പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് അതിന്റെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വിശകലനം ചെയ്തിട്ട് അതിനെ വാല്യൂ ചെയ്യുന്ന, അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തുന്ന പരിപാടിയാണ്. അത് എല്ലാവർക്കും പറ്റില്ല, അത്രയും വിവരം വേണം, എന്നാൽ മാത്രമേ പറ്റൂ. അപ്പൊ ഒന്നുകൂടി കേട്ടോളൂ. ഒരു സാഹിത്യകൃതി വിശകലനം ചെയ്ത്, അനലൈസ് ചെയ്ത്, നന്നായി വായിച്ച് മനസ്സിലാക്കി അതിന്റെ ആന്തരികവും ബാഹ്യവുമായ സവിശേഷതകൾ വിലയിരുത്തി മൂല്യനിർണയം ചെയ്യുന്ന ക്രിയാത്മകവും ബുദ്ധിപരവുമായ പ്രവർത്തനമാണ് വിമർശനം. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ശരിക്കും വിമർശനം മറ്റൊരു കല തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, വിമർശനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറ്റം പറയാന്ന വരിക. പക്ഷെ ഇത് പഠിച്ചത് പ്രകാരം കുറ്റം പറയലല്ല, നല്ലതും പറയും, വിലയിരുത്തി കാര്യങ്ങൾ പറയലാണ്. അപ്പം വിമർശിക്കുക എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ഒരു കല തന്നെയാണ്. കവിത പോലെ, കഥ പോലെ, അല്ലെങ്കിൽ നാടകം പോലെ, നോവല് പോലെയുള്ള ഒരു സാഹിത്യ ജൻസ് തന്നെയാണ് വിമർശനം എന്ന് പറയുന്നതും. അപ്പോ ശരിക്കും ഒരു കല തന്നെയാണ് വിമർശനം. അത്രയും കഴിവും വേണം. കലയെ വ്യാഖ്യാനിക്കുന്ന കലയായി നമുക്ക് എന്തിനെ കാണാം? വിമർശനത്തെ കാണാം. സാധാരണ കലയെ വ്യാഖ്യാനിക്കുന്ന ഒരു കലയായിട്ട് എന്തിനെ കാണാം? വിമർശനത്തെ കാണാം. പിന്നെയോ വ്യാഖ്യാനവും വിധി കൽപ്പിക്കലുമാണ് വിമർശനത്തിന്റെ രണ്ട് ധർമ്മങ്ങൾ എന്ന് ഹെൻറി ഹഡ്സൺ പറയുന്നു. അപ്പൊ വിമർശനത്തിന്റെ രണ്ട് ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാ പറയുന്നത്? ഒന്ന് വ്യാഖ്യാനിക്കുക, അതുപോലെ തന്നെ വിധി കൽപ്പിക്കുക. ഇപ്പൊ ഒരു കൃതിയെ വ്യാഖ്യാനിക്കുക, പിന്നെ വിധി കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നല്ലതാണോ അല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പറയല്. ഇത് രണ്ടുമാണ് വിമർശനത്തിന്റെ ധർമ്മങ്ങൾ എന്ന് ഹെൻറി ഹഡ്സൺ പറയുന്നുണ്ട്. ഒരു കൃതിയുടെ സമഗ്രമായ അപഗ്രഥനത്തിലൂടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? ഞാനിപ്പം പറഞ്ഞ പോലെ ഈ പുസ്തകത്തെ എനിക്ക് വിമർശനം നടത്തണമെങ്കിൽ ഞാൻ അതിനെ എന്ത് ചെയ്യണം? സമഗ്രമായി അപഗ്രഥിക്കണം. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി അനലൈസ് ചെയ്താൽ മാത്രമേ ഇതിനെ വ്യാഖ്യാനിക്കാനും വിധി കൽപ്പിക്കാനും ഒക്കെ എനിക്ക് പറ്റൂ. അപ്പം വിമർശനം വെറുതെ കുറ്റം പറയലല്ല. മനസ്സിലായോ? ഇനി വിമർശനത്തിനും നിരൂപണത്തിനും നമ്മൾ മലയാളി എഴുത്തുകാർ അല്ലെങ്കിൽ മലയാള സാഹിത്യം പറയുമ്പോൾ എന്താ വിമർശനം? നിരൂപണം എന്ന് പറയും. എന്താ നിരൂപണം? വിമർശനം എന്ന് പറയും. അതായത് വിമർശനത്തിന്റെ പര്യായമായിട്ട്, വിമർശനത്തിന്റെ മറ്റൊരു പേരായിട്ടാണ് നമ്മൾ നിരൂപണം പറയാറുള്ളത്. അപ്പൊ കേട്ടോളൂ, വിമർശനത്തിനും നിരൂപണത്തിനും ഒരേ അർത്ഥകൽപ്പന നൽകുന്നത് ശരിയല്ല. രണ്ടും സെയിം ആണെന്ന് പറയുന്നത് ശരിയല്ല. എങ്കിലും മലയാള സാഹിത്യ നിരൂപണത്തിൽ രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെയാണ് പ്രയോഗിച്ചു വരുന്നത്. ഓക്കെ, നമുക്ക് ഈ വിമർശനം ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഇത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരവറങ്ങാനും ഉള്ള ടോപ്പിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വിമർശനമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന തീരെയില്ല.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വിമർശനത്തെ കുറിച്ചിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളും വിമർശകരെ കുറിച്ചും പഠിക്കാം. ഇനി സാഹിത്യ വിമർശനത്തിൽ 3 ഘടകങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു. അപ്പൊ ഒരു പുസ്തകം ഞാൻ വിമർശനം നടത്തണമെങ്കിൽ അതിൽ എന്തുണ്ട്, ആ വിമർശനത്തിൽ 3 ഘടകങ്ങളുണ്ട്. സാഹിത്യ വിമർശനത്തിൽ 3 ഘടകങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു. എന്തൊക്കെയാ? ആദ്യം ഈ പുസ്തകത്തെ വിശദീകരിക്കണം, പിന്നെയോ വ്യാഖ്യാനിക്കണം, പിന്നെയോ മൂല്യനിർദ്ധാരണം ചെയ്യണം. അപ്പോഴാണ് ആ വിമർശനം പൂർത്തിയാകുന്നത്. അപ്പൊ സാഹിത്യ വിമർശനത്തിൽ 3 ഘടകങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു. 1 വിശദീകരണം. അപ്പൊ എനിക്ക് ഈ പുസ്തകത്തെ വിമർശിക്കണം, വിമർശന പഠനം തയ്യാറാക്കണം. അപ്പോ ആദ്യം ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ വിശദീകരിക്കണം. എന്താ വിശദീകരണം? പ്രമേയപരമായ വസ്തുതകളും അതിനാധാരമായ സ്ഥലകാലങ്ങളും വിശദീകരിക്കുകയാണിത്. അതായത് പ്രമേയപരമായ വസ്തുതകളും. ഇപ്പൊ ഉദാഹരണത്തിന് എൻമകജെ അംബികാസുധൻ മാങ്ങാട്, ഈ പുസ്തകത്തിന്റെ പ്രമേയപരമായ വസ്തുത എന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയെ പിടിച്ചുലച്ച എൻഡോസൾഫാന്റെ കഥയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ആ പ്രമേയത്തിന് ഉള്ള പ്രസക്തി കാര്യങ്ങളും ഒക്കെ ഞാൻ പറയണം വിശദീകരണത്തിൽ. പിന്നെയോ അതിനാധാരമായ സ്ഥലകാലങ്ങളും, ഈ വിഷയത്തിന് ഈ പറഞ്ഞ എൻഡോസൾഫാന്റെ ഇഷ്യൂവിന് ആധാരമായ സ്ഥലം കാസർഗോഡ് ജില്ല, അവിടുത്തെ ചില സ്ഥലങ്ങൾ, അതുപോലെ കാലങ്ങൾ, ഈ പിന്നെ കശുവണ്ടി തോട്ടത്തിലാണ് ഈ എൻഡോസൾഫാൻ പോയിട്ട് അടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എന്താ പറയുന്നത് വിശദീകരിക്കുക എന്നുള്ളതാണ് ഇതിനെ വിമർശിക്കുന്നതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്, വിശദീകരണം. പിന്നെ ഞാൻ ഇതിനെ എന്ത് ചെയ്യണം, വ്യാഖ്യാനിക്കണം. എന്റെ വിമർശന ഘട്ടങ്ങളിലാണ് ഞാനുള്ളത്, വ്യാഖ്യാനിക്കണം. വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളടക്കത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധിപ്പിച്ച് ആസ്വാദന ക്ഷമത വരുത്തി സമഗ്ര അപഗ്രഥനം നടത്തുന്നതാണ് വ്യാഖ്യാനം. ഉള്ളടക്കത്തെ, ഇതിന്റെ കണ്ടന്റിനെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ബന്ധിപ്പിച്ചിട്ട് ആസ്വാദന ക്ഷമത വരുത്തിയിട്ട് സമഗ്രമായിട്ട് അപഗ്രഥിക്കുക, അനലൈസ് ചെയ്യലാണ് എന്ത് വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഇനി അവസാന ഘട്ടം മൂല്യനിർദ്ധാരണം. ഈ പറഞ്ഞ വിശദീകരണം, വ്യാഖ്യാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ, വിശദീകരണത്തിന്റെയും വ്യാഖ്യാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ കൃതി വിലയിരുത്തിയിട്ട് അതിന്റെ കാവ്യപരവും സാംസ്കാരികവുമായ സ്വാധീനവും പ്രതികരണവും എടുത്തിട്ട് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൂല്യനിർദ്ധാരണം എന്ന് പറയുന്നത്. അങ്ങനെ ഈ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോയാൽ എന്തായി, നമ്മുടെ വിമർശനം പൂർത്തിയായി. അപ്പം വിമർശനത്തില് 3 ഘടകങ്ങളുണ്ട് എന്നാ പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ചിലരൊക്കെ പറയും എങ്ങനെ, ചില ചിന്തകരൊക്കെ പറയും നിർവചിക്കുക, തരംതിരിക്കുക, വ്യാഖ്യാനിക്കുക, മൂല്യനിർണയം നടത്തുക എന്നീ ക്രമത്തിലും വിമർശനം നടത്താമെന്ന് പറയൂട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ മാത്രമല്ല, ഈ രീതിയിൽ നടത്താം. ആദ്യം ഈ കൃതിയെ നിർവചിക്കുക, പിന്നെ തരംതിരിക്കുക ഏതിൽ പെടും എന്നുള്ള രീതിയിൽ, പിന്നെ വ്യാഖ്യാനിക്കുക, പിന്നെ മൂല്യനിർണയം നടത്തുക എന്നീ ക്രമത്തിലും വിമർശനം നടത്താമെന്ന് പറയാണ്. ഇനി 2 ടൈപ്പ് അതായത് ഇനി ഞാൻ പറയാൻ പോകുന്നത് പലതരം വിമർശനങ്ങളാണ്. പല രീതിയിൽ നമുക്ക് വിമർശിക്കാം. ഇപ്പൊ ഞാൻ ഈ കൃതിയെ പഠിക്കുമ്പോൾ ഞാൻ ഈ കൃതിയെ വിമർശന ബുദ്ധിയാ ഞാൻ പരിശോധിക്കുക, തീർച്ചയായിട്ടും ഇതിന്റെ സാമൂഹിക സ്വാധീനവും അതുപോലെ പുതിയ തലമുറയ്ക്ക് ഇത് കൊടുക്കുന്ന മെസ്സേജ് ഒക്കെയാണ്. കാരണം ഇതുപോലെ എൻഡോസൾഫാൻ ഇഷ്യൂ ആണല്ലോ പറയുന്നത്. അതേസമയം ഞാൻ ഈ പുസ്തകമാണ് വിമർശിക്കുന്നതെങ്കിൽ ഞാൻ കുറച്ചുകൂടി വ്യക്തിപരമായിട്ട് വൈയക്തികമായിട്ടാണ് വിമർശിക്കുക. കാരണം കഴിഞ്ഞ വസന്തകാലത്തിൽ പി പത്മരാജന്റെ പുസ്തകമാണ് എനിക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരാൾ ഗിഫ്റ്റ് തന്ന പുസ്തകം കേട്ടോ. അപ്പൊ ഇത് വായിക്കും, ഇതിൽ മുഴുവൻ പത്മരാജന്റെ പ്രണയ കഥകളാണ്. അപ്പൊ ഈ പ്രണയ കഥകൾ വായിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ വൈയക്തിക വിമർശനമാണ് നടത്തുക. കാരണം ഇത് വായിക്കുമ്പോൾ എനിക്കുണ്ടായ ഫീലിങ്സ്, കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും. അതേസമയം ഞാന് ഈ പുസ്തകമൊന്നും ഞാൻ വിമർശിക്കാനേ നിൽക്കൂല. കാരണം അതിനൊക്കെ ഭയങ്കര ബുദ്ധി വേണം. സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ ഇത് വിമർശിക്കാൻ ഞാൻ തൊടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വിമർശനം നടത്തുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് പറയുന്നില്ല. അതിനൊക്കെ ഒരുപാട് ബുദ്ധിയുള്ള ആൾക്കേ പറ്റൂ. ഞാൻ അത്രയൊന്നും ആയിട്ടില്ല. ദെൻ നമുക്ക് പല രീതിയിലുള്ള വിമർശനങ്ങൾ പരിചയപ്പെടാം. 1 മണ്ഡന വിമർശനം. മണ്ഡന വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃതിയെ സർവദാ അനുകൂലിച്ച് ചെയ്യുന്ന വിമർശനമാണ് മണ്ഡന വിമർശനം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ കഥ ഞാൻ വായിച്ച് ഈ പുസ്തകത്തിനെ ഞാൻ വിമർശിക്കാൻ നിന്നാൽ എനിക്ക് ഇതിനെ കുറ്റം പറയാൻ തോന്നൂല. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ, ഞാൻ ഇതിന്റെ നല്ലത് മാത്രമേ പറയൂ. അതാണ് മണ്ഡന വിമർശനം. മണ്ഡന വിമർശനം എന്താ, ഒരു കൃതിയെ സർവദാ അനുകൂലിച്ച്, കുറ്റം പറയൂല, അനുകൂലിച്ച് മാത്രം ചെയ്യുന്ന വിമർശനമാണ് മണ്ഡന വിമർശനം. അതുപോലെ പ്രിയ എസിന്റെ കഥകളൊക്കെ ഇല്ലേ, പാരവള്ളികളിൽ തൂങ്ങി ഇനി നമ്മളൊക്കെ വാലറ്റ് പൂച്ചകൾക്ക് ഷൂ വെക്കാൻ തോന്നുമ്പോൾ ഈ കഥയൊക്കെ വായിക്കുമ്പോൾ എനിക്ക് പ്രിയ എസിന്റെ കഥകൾ ഭയങ്കര ഇഷ്ടം. അത് വായിച്ചിട്ട് എനിക്ക് കുറ്റം പറയാനൊന്നും പറ്റൂല ഒരിക്കലും. നല്ലതേ ഞാൻ അതിൽ കാണും. ഹൃദയത്തെ തൊടുന്ന കഥകൾ, അതൊക്കെ പറ്റുക വായിച്ചു നോക്കണേ. അപ്പോ അതാണ് മണ്ഡന വിമർശനം. ഒരു കൃതിയെ സർവദാ അനുകൂലിച്ച് ചെയ്യുന്ന വിമർശനമാണ് മണ്ഡന വിമർശനം. ഇനി എന്താണ് ഖണ്ഡന വിമർശനം? വാക്ക് തന്നെ ഉണ്ടല്ലോ, ഒരു കൃതിയെ അടിമുടി വിമർശിച്ച് ദോഷം മാത്രം കണ്ടെത്തുന്നതാണ് ഖണ്ഡന വിമർശനം. മണ്ഡന വിമർശനവും ഖണ്ഡന വിമർശനവും. മണ്ഡന വിമർശനം ഒരു കൃതിയെ സർവദാ അനുകൂലിച്ച് ചെയ്യുന്ന വിമർശനമാണ് മണ്ഡന വിമർശനം. ഇനി ഖണ്ഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു കൃതിയെ അടിമുടി വിമർശിച്ച് ദോഷം മാത്രം കണ്ടെത്തുന്നതാണ് എന്ത്, ഖണ്ഡന വിമർശനം. അടുത്തത് എന്താണ് ക്ലാസിക് വിമർശനം? ഞാൻ പറഞ്ഞു പലതരം വിമർശനങ്ങളെ കുറിച്ച് പറയാണ്. എന്താണ് ക്ലാസിക് വിമർശനം?
പഴയ ആലങ്കാരികന്മാരുടെ സിദ്ധാന്തങ്ങൾ നിയാമക ഘടകങ്ങളാക്കി നടത്തുന്ന വിമർശനമാണ് ക്ലാസിക് വിമർശനം. ഞാനിപ്പോ ഒരു പുസ്തകം വിമർശനം ചെയ്യാണ്. അപ്പോ ഈ ഒരു പുസ്തകം ഞാൻ വിമർശനം ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നാന്ന് വിചാരിച്ചു, എന്ത് പണ്ട് ഭാരതീയ സിദ്ധാന്തത്തിൽ ഈ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പ്രകാരം ഇതിലെ കഥയൊന്നും അങ്ങനെ പോരാ കേട്ടോ. കാരണം ഒരു കഥയ്ക്ക് ഇന്ന ഗുണങ്ങൾ വേണമെന്ന് പിന്നെ ആകൃതി പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കവിത ഇങ്ങനെ ആയിരിക്കണം എന്ന് നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നിനും കൊള്ളൂല കേട്ടോ, അല്ലെങ്കിൽ അത് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലതാട്ടോ. അങ്ങനെ പറയുന്നതാണ് ക്ലാസിക് വിമർശനം. അതായത് പഴയ ആലങ്കാരികന്മാരുടെ കൃതികളിൽ പഴയ ആ കൃതികളെ അടിസ്ഥാനമാക്കി വെച്ചിട്ട് അതിനെ നിയമമാക്കി വെച്ചുകൊണ്ട് നടത്തുന്ന വിമർശനം. അപ്പം ക്ലാസിക് വിമർശനം എന്താ? പഴയ ആലങ്കാരികന്മാരുടെ സിദ്ധാന്തങ്ങൾ നിയാമക ഘടകങ്ങളാക്കി നടത്തുന്ന വിമർശനമാണ് എന്ത്? ക്ലാസിക് വിമർശനം. ഇനി അടുത്തത് കാൽപ്പനിക വിമർശനം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പുസ്തകം ഞാൻ വായിച്ച കാൽപ്പനിക വിമർശനം നടത്തും, അല്ലെങ്കിൽ വൈയക്തിക വിമർശനം നടത്തുന്നുള്ളത്. വൈയക്തികം പിന്നെ പറയാം. കാൽപ്പനിക വിമർശനം, കാൽപ്പനികം എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് എന്നുള്ള അർത്ഥമാണ്, അത് പ്രണയം എന്നുള്ള അർത്ഥം മാത്രമല്ല കേട്ടോ. റൊമാൻറ്റിക് നമ്മൾ സാഹിത്യത്തിൽ പറയുമ്പോൾ അപ്പൊ കാൽപ്പനിക വിമർശനം കഥാപാത്രങ്ങളുടെ വ്യക്തിത്വത്തിലും കവിയുടെ അഥവാ കലാകാരന്റെ മനോവൃത്തിയിലും കൃതിയുടെ സൗന്ദര്യാത്മകമായ ഭാവസാന്ദ്രതയിലും ഊന്നൽ നൽകിയുള്ള വിമർശനമാണ് എന്ത്? കാൽപ്പനിക വിമർശനം. ഇതിനെ ഞാൻ പഠിക്കുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങളുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയാ, ഇത് എഴുതിയ ആളുടെ മാനസിക വ്യാപാരം, എന്നാലും ആ കഥാപാത്രത്തിനെ കൊന്നു കളഞ്ഞല്ലോ, എന്തിനായിരിക്കും ആ എഴുത്തുകാരൻ അങ്ങനെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവുക ആ കഥാപാത്രത്തെ, അങ്ങേർക്ക് മുമ്പ് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നോ, അങ്ങനെ ആ കവിയുടെ അല്ലെങ്കിൽ കലാകാരന്റെ മനോവൃത്തി, അതുപോലെ കൃതിയുടെ സൗന്ദര്യാത്മകമായ ഭാവസാന്ദ്രത, ഇതിലൊക്കെ ഊന്നൽ നൽകിയിട്ട് ഇതിനെ പഠിക്കുന്നതാണ് എന്ത്? കാൽപ്പനിക വിമർശനം. അതേസമയം എന്താണ് വൈയക്തിക വിമർശനം? വൈയക്തികം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള എന്നുള്ള അർത്ഥം. അതായത് ഒരു കൃതി വിമർശകനിൽ ഉളവാക്കിയ പ്രതികരണം അവലംബമാക്കി ചെയ്യുന്ന വിമർശനമാണ് വൈയക്തിക വിമർശനം. തീർത്തും പേഴ്സണൽ, വൈയക്തികം. ഈ കൃതി വായിച്ചപ്പോൾ എന്റെ ഉള്ളിൽ ഉണ്ടാക്കിയ പ്രതികരണത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇതിനെ വിമർശിക്കുന്നത് എങ്കിൽ അതാണ് വൈയക്തിക വിമർശനം. ധാർമ്മികാധിഷ്ഠിത വിമർശനം കേൾക്കുമ്പോൾ തന്നെ അറിയാം, ധാർമ്മികതയിൽ അധിഷ്ഠിതമായത്. ഒരു കൃതിയുടെ ഉള്ളടക്കം മനുഷ്യൻ എങ്ങനെയാണ് ഗുണവും ദോഷവും ചെയ്യുന്നത് എന്നതിനെ ആധാരമാക്കി നടത്തുന്ന വിമർശനമാണ് എന്ത്? ധാർമ്മികാധിഷ്ഠിത വിമർശനം. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ട് ഇത് എനിക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ എന്നതിനെ ആധാരമാക്കിയിട്ട് എന്താ പറയാ, ഇപ്പൊ മോഷണത്തിനെയൊക്കെ വല്ലാണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കൃതിയാണ് ഇതങ്ങനെയൊന്നുമല്ലേ ഞാൻ പറയാണ്, ഉദാഹരണം പറയാം എന്ന് വായിച്ചിട്ട് ഞാൻ പറയാണ്, അയ്യോ പിന്നെ അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനറേഷനൊക്കെ പിന്നെ വഴിതെറ്റിപ്പോവും എന്നൊക്കെ പറഞ്ഞിട്ട് വേവലാതിപ്പെടുക. ഇനി അല്ലെങ്കിൽ സത്യസന്ധതയെ കുറിച്ച് കൂടുതൽ പറയുന്ന കൃതിയാണെങ്കിൽ അത് വായിച്ചിട്ട് വാവ്, നമ്മുടെ കുട്ടികൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം നല്ലതാവാൻ ചാൻസ് ഉണ്ട്, ആ രീതിയിലൊക്കെ വിമർശിക്കുന്നതാണ് എന്ത്? ധാർമ്മികാധിഷ്ഠിത വിമർശനം. ധാർമ്മികതയിൽ അധിഷ്ഠിതമായത്. ഒരു കൃതിയുടെ ഉള്ളടക്കം മനുഷ്യനെ എങ്ങനെയാണ് ഗുണവും ദോഷവും ചെയ്യുന്നത് എന്നതിനെ ആധാരമാക്കി നടത്തുന്ന വിമർശനമാണ് ധാർമ്മികാധിഷ്ഠിത വിമർശനം. ഇനി അടുത്തത് താരതമ്യ വിമർശനം. കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, കമ്പാരിസൺ ആണ്. ദേശീയവും നമ്മുടെ രാജ്യത്തുണ്ടായ കൃതികൾ, വൈദേശികവുമായ വിദേശത്ത് രചിക്കപ്പെട്ട കൃതികൾ, സാഹിത്യ കൃതികളുടെ പരസ്പര സ്വാധീനവും. നമ്മുടെ നാട്ടിലുള്ള രചിച്ച കൃതിക്ക് പലപ്പോഴും മറ്റു രാജ്യങ്ങളിൽ രചിച്ച കൃതി ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കാം, തിരിച്ചു ആവാം. പരസ്പര സ്വാധീനവും ആശ്രയത്വവും കണ്ടെത്തി അവയെ അവലംബമാക്കിയുള്ള വിമർശനമാണ് താരതമ്യ വിമർശനം. ഞാനിവിടെ ഒരു കൃതി രചിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വായിച്ച ഒരു റഷ്യൻ നോവൽ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം, ഒരു റഷ്യക്കാരൻ ഒരു കൃതി രചിച്ചാൽ ചിലപ്പോൾ നമ്മുടെ മലയാള നോവൽ ചിലപ്പോൾ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നടത്തുന്ന വിമർശനമാണ് താരതമ്യ വിമർശനം. നെക്സ്റ്റ് വൺ, സൗന്ദര്യാത്മക വിമർശനം. സാഹിത്യത്തിന്റെ അഥവാ കലയുടെ കേവല സൗന്ദര്യത്തിൽ ഊന്നിയുള്ള വിമർശനമാണ് എന്താ? സൗന്ദര്യാത്മക വിമർശനം. കേവല സൗന്ദര്യത്തിൽ ഊന്നിയുള്ള വിമർശനമാണ് സൗന്ദര്യാത്മക വിമർശനം. ഇത് പറഞ്ഞാൽ തീരില്ല വിമർശനം, പക്ഷെ നമുക്ക് ഇതിന്റെ അടിസ്ഥാനമായിട്ട് ബേസിക് ആയിട്ട് വിമർശനം എന്താണെന്ന് മനസ്സിലാക്കാനാണുള്ളത്. അതുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ എഴുതി തയ്യാറാക്കിയ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്ന ഗ്രൂപ്പിലേക്ക് കയറിക്കോളൂ. ഈ സെക്കൻഡ് സെമസ്റ്ററിന്റെ നോട്ട് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് അയച്ചു തന്നോളാം. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കൂ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്